ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണത്? റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്. അസറ്റുകളുടെ വില പുനർമൂല്യനിർണ്ണയം നടത്തുക, അതുപോലെ തന്നെ റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും കണക്കാക്കുക. ലയബിലിറ്റീസിൻ്റെ വാല്യൂ ലയബിലിറ്റീസ് റീ അസസ് ചെയ്യുക, വീണ്ടും കണക്കാക്കുക അല്ലെങ്കിൽ വീണ്ടും തിട്ടപ്പെടുത്തുക. അപ്പോൾ ഉദ്ദേശിക്കുന്നത് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സും ലയബിലിറ്റീസും ഒന്നും കൂടി വാല്യൂ ചെയ്ത് അതിൻ്റെ യഥാർത്ഥ വില കണ്ടെത്തുക. ഇപ്പോൾ ബുക്കിൽ നമ്മൾ ഈ അസറ്റ്സും ലയബിലിറ്റീസും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ? ബുക്കിൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഈ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസും കാണാൻ പറ്റും. അതിൻ്റെ യഥാർത്ഥ വിലയിലാണോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? അതിൻ്റെ യഥാർത്ഥ വില രേഖപ്പെടുത്തി വെച്ച ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടോ? അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം അഡ്ജസ്റ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, പുതിയൊരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ്സ് ആർ റീവാല്യൂഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീ അസസ്ഡ്. അസറ്റ്സും ലയബിലിറ്റീസും വീണ്ടും കണക്കാക്കുന്നു, തിട്ടപ്പെടുത്തുന്നു. സോ ദാറ്റ് ദീസ് ആർ ബ്രോട്ട് ഇൻ ദ ബുക്സ് അറ്റ് ദെയർ കറക്റ്റ് വാല്യൂ. അങ്ങനെ ഈ അസറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ യഥാർത്ഥ വിലയിലാണ് ബുക്കിൽ രേഖപ്പെടുത്തിയത് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥ വില കണ്ടെത്തിയപ്പോൾ ബുക്കിൽ രേഖപ്പെടുത്തിയ വിലയിനേക്കാൾ കൂടുതലോ കുറവാണെങ്കിൽ അതിനാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുപോലെ തന്നെ ലയബിലിറ്റീസിൻ്റെ വാല്യൂ കണക്കാക്കിയപ്പോൾ ബുക്കിൽ രേഖപ്പെടുത്തിയ ലയബിലിറ്റീസിൻ്റെ വാല്യൂമായി വ്യത്യാസമുണ്ടെങ്കിൽ അതിനാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു. അതുപോലെ തന്നെ അൺറെക്കോർഡഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഇനി ഏതെങ്കിലും അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ ആർ ആൾസോ ബ്രോട്ട് ഇൻ ടു ദ ബുക്സ് ഓഫ് ദ ഫേം. അതിനെയും ബുക്സിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിലുള്ള നമ്മളെ ബുക്കിൽ രേഖപ്പെടുത്തിയ അസറ്റ്സും ലയബിലിറ്റീസും അതിൻ്റെ യഥാർത്ഥ വില കണ്ടെത്തി ആ യഥാർത്ഥ വില ബുക്സിൽ രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അൺറെക്കോർഡഡ് അസറ്റുകളും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ബുക്സിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ചെറിയ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു സ്ഥാപനത്തിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക, ഭൂമിയും ഒരു കെട്ടിടവും ഉണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപയാണ് അത് മേടിച്ച സമയത്ത് വില. അപ്പോൾ ആ 10 ലക്ഷം രൂപയിലായിരിക്കും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുക അല്ലേ? ഓക്കെ, അത് മേടിച്ച സമയത്തെ വിലയാണ്, അതാണ് ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില 15 ലക്ഷം രൂപയാണെന്ന് കരുതാം. നിങ്ങൾക്കറിയാം ഭൂമിയുടെ ഒക്കെ വില കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ 10 ലക്ഷം രൂപ ബുക്കിൽ റെക്കോർഡ് ചെയ്ത ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ഇപ്പോഴത്തെ വില 15 ലക്ഷം രൂപയാണ് അല്ലേ? അപ്പോൾ ആ സ്ഥാപനത്തിന് 5 ലക്ഷം രൂപയുടെ നേട്ടമുണ്ടായിട്ടുണ്ട് അല്ലേ? ഗെയിൻ ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? ഓക്കെ, ഈ 5 ലക്ഷം രൂപയുടെ നേട്ടം എന്ന് പറയുന്നത് പഴയ പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് അല്ലേ? പുതുതായിട്ട് ചേരുന്ന പുതിയ പാർട്ട്ണർ അത് നൽകേണ്ട ആവശ്യമുണ്ടോ? പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പേ ഈ നേട്ടം ഉണ്ട് അല്ലേ? അപ്പോൾ ആ നേട്ടം ആർക്ക് മാത്രം നൽകണം? പഴയ പാർട്ട്നേഴ്സിന് മാത്രം നൽകണം. അതുപോലെ തന്നെ ഈ അസറ്റിൻ്റെ വാല്യൂ കുറയാണെന്ന് കരുതുക. 10 ലക്ഷം രൂപ ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചൊരു അസറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ 9 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് അല്ലേ? അത് പുതിയ പാർട്ട്ണർ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുതിയ പാർട്ട്ണർ വരുന്നതിന് മുമ്പുള്ളതാണ് അല്ലേ? ഓക്കെ, അത് ആര് മാത്രം സഹിക്കേണ്ടതാണ്? പഴയ പാർട്ട്നേഴ്സ് മാത്രം സഹിക്കേണ്ടതാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും യഥാർത്ഥ വാല്യൂ കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വ്യത്യാസം അത് പഴയ പാർട്ട്നേഴ്സിന് മാത്രം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഈ കാര്യം ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലേക്കും പാർട്ണർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിലേക്കും പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്ത് അതിൻ്റെ യഥാർത്ഥ വിലയിൽ രേഖപ്പെടുത്തി വെക്കും. ആ സമയത്ത് എന്തുകൂടി ചെയ്യും? ഇനി ഏതെങ്കിലും അസറ്റ്സുകളും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ആ സമയത്ത് രേഖപ്പെടുത്തി വെക്കും.
ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കായിട്ട് നമ്മളൊരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്താണ്? റീവാല്യുവേഷൻ അക്കൗണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്താ പറയുക അതിന്? റീവാല്യുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂയിൽ ഉണ്ടാകുന്ന ഇൻക്രീസും ഡിക്രീസും കൂടുതലും കുറവുകളൊക്കെ യഥാർത്ഥ വില കണക്കാക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലാവാം, ചിലപ്പോൾ കുറവാകും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? റീവാല്യുവേഷൻ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെയാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക? അപ്പോൾ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ പുനർമൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ പണിയല്ല. നമുക്ക് പുനർമൂല്യനിർണ്ണയം നടത്തിയ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കും അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ റീവാല്യുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ റീവാല്യുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ റീവാല്യൂ ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിന് റീവാല്യുവേഷൻ ഗെയിൻ ഓൺ റീവാല്യുവേഷൻ ഉണ്ടാവും. റീവാല്യൂ നടത്തുമ്പോൾ നേട്ടങ്ങളുണ്ടാവും അല്ലേ? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നേട്ടം ഉണ്ടാവുക? എപ്പോഴാണ് നേട്ടം ഉണ്ടാവുക? നേരത്തെ ഞാൻ ഒരു സാഹചര്യം പറഞ്ഞു. അസറ്റ്സിൻ്റെ വാല്യൂ കൂടുകയാണെന്ന് പറയുമ്പോൾ എത്രയാണോ കൂടിയിട്ടുള്ളത് അത്രയും നേട്ടമാണ് അല്ലേ? നേരത്തെ 10 ലക്ഷം രൂപയുടെ അസറ്റിന് ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് വില എന്ന് പറയുമ്പം 5 ലക്ഷം രൂപ നേട്ടമുണ്ടായി. അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ യഥാർത്ഥ വില കൂടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അത് നേട്ടമാണ്. ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ലയബിലിറ്റീസിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ. എന്താ പറഞ്ഞത്? ലയബിലിറ്റീസിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതും നേട്ടമാണ്. അപ്പോൾ നമ്മളെ ബുക്കിൽ രേഖപ്പെടുത്തി വെച്ച ഒരു ലയബിലിറ്റി 50,000 രൂപയാണ്. അത് വീണ്ടും തിട്ടപ്പെടുത്തി നോക്കിയപ്പോൾ, കണക്കാക്കി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 50,000 രൂപയില്ല, 40,000 ഉള്ളൂ എന്ന് മനസ്സിലായി എന്ന് കരുതാം. അപ്പോൾ നമുക്കൊരു 10,000 രൂപയുടെ നേട്ടമല്ലേ? 50,000 കൊടുക്കുന്നിടത്ത് എത്ര കൊടുത്താൽ മതി? 40,000 കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ റീവാല്യുവേഷൻ്റെ സമയത്ത് ഗെയിൻ ഉണ്ടാകുന്നത്, ഗെയിൻ ഓൺ റീവാല്യുവേഷൻ. ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നേട്ടം അല്ലേ? പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ്? ഇൻക്രീസ് ഇൻ അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലയബിലിറ്റി കുറയുമ്പോഴും ഗെയിൻ ഉണ്ടാകുന്നു. ആ ഗെയിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇസ് ക്രെഡിറ്റഡ് ടു റീവാല്യുവേഷൻ അക്കൗണ്ട്. അങ്ങനെ നേട്ടങ്ങളുണ്ടാകുമ്പം അത് റീവാല്യുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതൊക്കെ സമയത്താണ് ഗെയിൻ ഉണ്ടാകുന്നത്? അസറ്റ്സിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിലും അതുപോലെ ലയബിലിറ്റി കുറയുകയാണെങ്കിലും അതെന്താണ്? നേട്ടമാണ്. അപ്പോൾ റീവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു, ഗെയിനല്ല അല്ലേ? ഓക്കെ, ഇനി റീവാല്യുവേഷൻ്റെ സമയത്ത് നഷ്ടമുണ്ടാവാം അല്ലേ? ലോസ് ഓൺ റീവാല്യുവേഷൻ. ലോസ് ഉണ്ടാകുന്ന എപ്പോഴൊക്കെയാണ്? ഈ നേരത്തെ പറഞ്ഞ രണ്ട് സാഹചര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ? അസറ്റിൻ്റെ വാല്യൂ കുറയാണ് എന്ന് കരുതുക, നഷ്ടമാണ് അല്ലേ? ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചത് 10 ലക്ഷം രൂപയും യഥാർത്ഥ വില 8 ലക്ഷം രൂപയാണെന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ നഷ്ടമാണ്. അതേപോലെ തന്നെ ലയബിലിറ്റി വീണ്ടും കണക്കാക്കി നോക്കിയപ്പോൾ കൂടുതലാണെങ്കിലോ 50,000 രൂപ കൊടുക്കാനാണ് ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിയപ്പോൾ 65,000 കൊടുക്കാനുണ്ട്. 50,000 ആണ് രേഖപ്പെടുത്തിയത്, യഥാർത്ഥത്തിൽ കൊടുക്കാൻ എത്രയുണ്ട്? 65,000 എന്ന് പറയുമ്പം നമ്മൾ 15,000 വീണ്ടും കൂടുതൽ കൊടുക്കണം, നഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ലോസ് ഓൺ റീവാല്യുവേഷൻ രണ്ട് സാഹചര്യത്തിലുണ്ടാവാം. ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് കൂടുമ്പോഴും അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ അസറ്റ് കുറയുമ്പോഴും അത് റീവാല്യുവേഷൻ്റെ സമയത്തുണ്ടാകുന്ന നഷ്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതെന്ത് ചെയ്യണം? ഈസ് ഡെബിറ്റഡ് ടു റീവാല്യുവേഷൻ അക്കൗണ്ട്. അത് റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യാം. അപ്പോൾ റീവാല്യുവേഷൻ്റെ സമയത്ത് ഗെയിൻ ഉണ്ടെങ്കിൽ റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യുന്നു. ഫൈൻ. അതുകൂടാതെ അൺറിക്കോർഡഡ് അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുകൂടി രേഖപ്പെടുത്തണം അല്ലേ? ഓക്കെ, അൺറിക്കോർഡഡ് അസറ്റ്സ് ഉണ്ടെങ്കിലോ? എന്താ അൺറിക്കോർഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല, അത് കണക്കിൽ വന്നിട്ടേ ഇല്ല, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു അസറ്റ് ഉണ്ട്. അപ്പോൾ അസറ്റ് കൂടുന്ന മാതിരി തന്നെയാണത് അല്ലേ? ശരിയല്ലേ? ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അസറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആ അസറ്റിനെ വീണ്ടും ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുമ്പോൾ, അസറ്റ് എന്ന് പറയുമ്പോൾ വാല്യൂ ഉള്ള സാധനമാണ്, പ്രോപ്പർട്ടിയാണ് അല്ലേ? അത് നേട്ടമാണല്ലോ. ഓക്കെ, അപ്പോൾ അൺറിക്കോർഡഡ് അസറ്റ്സ് ഉണ്ടെങ്കിൽ ഗെയിനിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യുന്നു. അതേസമയം അൺറിക്കോർഡഡ് ലയബിലിറ്റീസ് ആണെങ്കിൽ ലോസ് സംഭവിക്കുന്ന പോലെ തന്നെയാണ് അത് റീവാല്യുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട്. ഗെയിൻ സംഭവിക്കുന്നത്, നേട്ടം സംഭവിക്കുന്നത് എപ്പോഴാണ്? അസറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിലും ഗെയിൻ പോലെ തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഡിക്രീസ് ഇൻ ലാബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോഴും നേട്ടമാണ്. ഇനി ലോസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ. അതുപോലെ തന്നെ ലാബിലിറ്റീൻ്റെ വാല്യൂ കൂടുമ്പോഴും ഏതെങ്കിലും ലാബിലിറ്റി റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോഴും നമുക്കത് ലോസായി കണക്കാക്കാം. അത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യുന്നു. ഫൈൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കും അല്ലേ. ഓക്കെ. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട് അത് നമ്മൾ ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കും. ഏത് സൈഡാണോ കൂടുതൽ അതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുക അല്ലേ. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഗെയിനാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ. ശരിയല്ലേ? ഓക്കെ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഗെയിന് റെക്കോർഡ് ചെയ്തിട്ട് ആ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇറ്റ് മീൻസ് നെറ്റ് ഗെയിനാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റാണ് റീവാലുവേഷൻ്റെ സമയത്ത്. അതേസമയം റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, ഡെബിറ്റ് സൈഡിൽ നമ്മൾ ലോസുകളാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? നെറ്റ് ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇഫ് ദ റീവാലുവേഷൻ അക്കൗണ്ട് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഗെയിൻ ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതെന്തായിരിക്കും? നെറ്റ് ലോസും ആയിരിക്കും. ഫൈൻ. നമുക്ക് ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ജേർണൽ എൻട്രികൾ എങ്ങനെയാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഫൈൻ. ജേർണൽ എൻട്രീസ്. ഇപ്പോൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ഓർഡർ ഒന്ന് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റീവാലുവേഷൻ്റെ ഗെയിനിൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രികളും റീവാലുവേഷൻ്റെ ലോസിൻ്റെ സമയത്തുള്ള ജേർണൽ എൻട്രികളും എന്ന് പറഞ്ഞ് ഞാൻ അതിനെ തരംതിരിക്കുകയാണ്. നമുക്ക് ആദ്യം അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ അത് ഗെയിനാണല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ അതിനെ ഗെയിനിൻ്റെ സൈഡിൽ ജേർണൽ എൻട്രി ആയിട്ട് എഴുതുകയാണ്. ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് പെട്ടെന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അത് ഗെയിനാണ് അല്ലേ. ഓക്കെ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അസറ്റിനെ ഡെബിറ്റ് ചെയ്യും അല്ലേ. ഫൈൻ. ആരെ ക്രെഡിറ്റ് ചെയ്യും? റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. സോ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, നേരത്തെ പറഞ്ഞ സാഹചര്യം തന്നെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10 ലക്ഷം രൂപയുള്ളത് 15 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പം 5 ലക്ഷം രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ്? അസറ്റ് ഇവിടെ ഏതാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ കൂടിയത് 5 ലക്ഷം രൂപ അവിടെ റെക്കോർഡ് ചെയ്യുന്നു. ഫൈൻ. ഇനി അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിലോ? അസറ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറയുമ്പോൾ റീവാലുവേഷൻ ലോസ് ആണ് അല്ലേ. ഓക്കെ. അസറ്റ് കുറയുന്ന സമയത്ത്, കൂടുമ്പോൾ നിങ്ങൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്, കുറയുമ്പം എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ. അപ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട്. എത്ര എമൗണ്ടാണോ കുറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ടിൽ ഈ ജേർണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഗെയിനും അസറ്റ് കുറയുമ്പോൾ ലോസ്. ഇനി രണ്ടാമത്തെ സാഹചര്യം നമ്മൾ ഗെയിനായിട്ട് പറഞ്ഞത് ലാബിലിറ്റി കുറയുന്നതാണ് അല്ലേ. ശരിയല്ലേ. ഓക്കെ. റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് എ ലാബിലിറ്റി. ഇനി ഏതെങ്കിലും ലാബിലിറ്റീൻ്റെ വാല്യൂ കുറഞ്ഞു എന്ന് പറയാണ്. കുറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കാതെ നേട്ടമാണ് അല്ലേ. ഓക്കെ. ലാബിലിറ്റിൻ്റെ റൂൾ എങ്ങനെയാണ്? ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റും കുറയുമ്പോഴാണ് ഡെബിറ്റും അല്ലേ. ഓക്കെ. ഇപ്പോൾ ഏത് ലാബിലിറ്റിയാണോ കുറഞ്ഞിട്ടുള്ളത് അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു, റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുന്നു. അപ്പോൾ ലാബിലിറ്റി കുറയുമ്പോൾ എൻട്രി എന്താണ്? ലാബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി ലാബിലിറ്റിൻ്റെ വാല്യൂ കൂടുകയാണ് എങ്കിൽ ഇൻക്രീസ് ഇൻ ലാബിലിറ്റി, അത് ലോസാണ്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ അതിൻ്റെ ജേർണൽ എൻട്രി ഞാൻ എഴുതുകയാണ് ഫോർ ഇൻക്രീസ് ഇൻ ലാബിലിറ്റി. ഇപ്പോൾ ലാബിലിറ്റി കൂടുന്ന സമയത്ത് ലാബിലിറ്റിനെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അസറ്റിൻ്റെ റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാബിലിറ്റിൻ്റെ റൂള്. ശരിയല്ലേ. ഓക്കെ. അപ്പോൾ ലാബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ലാബിലിറ്റി അക്കൗണ്ട്. ഫൈൻ. ഇനി ഗെയിനിൽ വരുന്ന വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പുതിയ അസറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അസറ്റ് അൺറെക്കോർഡഡ് ആയിട്ട് ഉള്ളത് കണ്ടെത്തി, അത് ഇൻക്രീസ് പോലെ തന്നെയാണ് അല്ലേ.
അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ എൻട്രി എഴുതുന്നു അസറ്റ് അക്കൗണ്ട് അപ്റ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അതേ എൻട്രി തന്നെയാണ് അല്ലേ. ഓക്കെ, ഇവിടെ ഒന്നും രേഖപ്പെടുത്താത്തതുകൊണ്ട് മുഴുവൻ അസറ്റിൻ്റെ വാല്യൂ നിങ്ങൾ ജനറൽ എൻട്രി ആയിട്ട് പാസ് ചെയ്യും. അതായത് ഒരു 10,000 രൂപയുടെ ഫർണിച്ചറാണ് അൺറെക്കോർഡഡ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചറാണല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റ് ടു റിവാലുവേഷൻ അക്കൗണ്ട് മുഴുവൻ 10,000 അല്ലേ. എന്തുകൊണ്ടാണ് മുഴുവൻ 10,000 അവിടെ റെക്കോർഡ് ചെയ്യുന്നത്? കാരണം ഒന്നും അവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മുഴുവൻ നിങ്ങൾ ബുക്സിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ അൺറെക്കോർഡ് ലാബിലിറ്റിയാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ കൊടുക്കാനുള്ളൊരു എമൗണ്ടാണ്, അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് ഇൻക്രീസ് ഇൻ ലാബിലിറ്റി പോലെ തന്നെയാണ്. സോ റിവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു ലാബിലിറ്റി അക്കൗണ്ട്. അപ്പോൾ ഈ 6 തരത്തിലുള്ള ജേർണൽ എൻട്രികൾ മാത്രമേ വരുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ എളുപ്പമാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിലും ഒരേ ജേർണൽ എൻട്രിയാണ്, ശരിയല്ലേ. ഫൈൻ. അതുപോലെ തന്നെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും അൺറെക്കോർഡഡ് ലാബിലിറ്റി ഉണ്ടെങ്കിലും ഒരേ ജേർണൽ എൻട്രിയാണ്, ശരിയല്ലേ. ഫൈൻ. പിന്നീട് അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് അത് ലോസ് ആണെന്ന് മനസ്സിലാക്കുക. ലയബിലിറ്റീസിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് അത് നേട്ടമാണെന്ന് മനസ്സിലാക്കുക. ഫൈൻ. ഓക്കെ, അപ്പോൾ റിവാലുവേഷൻ്റെ ഗെയിൻ ഉണ്ടാകുന്ന 3 സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അൺറെക്കോർഡഡ് അസറ്റ് വരിക, അതേപോലെ തന്നെ ലയബിലിറ്റിൻ്റെ വാല്യൂ കുറയുക. റിവാലുവേഷൻ്റെ ലോസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ലയബിലിറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടാവുക, അതുപോലെ തന്നെ അസറ്റിൻ്റെ വാല്യൂ കുറയുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. ഓക്കെ, ഫൈൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 1 മുതൽ 4 വരെയുള്ള എൻട്രികൾ അത് അസറ്റിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയതുകൊണ്ട് തന്നെ ഈ ജേർണൽ എൻട്രി എഴുതുമ്പം എത്രയാണോ കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ എത്രയാണോ കുറഞ്ഞിട്ടുള്ളത് ആ വാല്യൂയിലാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപ 15 ലക്ഷം ആയപ്പോൾ എത്രയാണോ കൂടിയിട്ടുള്ളത് ആ 5 ലക്ഷം രൂപയ്ക്കുള്ള ജേർണൽ എൻട്രികളാണ് പാസ് ചെയ്യേണ്ടത്. എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കും. ഓക്കെ, ഫൈൻ. ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ എൻട്രികളെല്ലാം പാസ് ചെയ്തതിന് ശേഷം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് ഗെയിനാണ്. അതേസമയം ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ലോസ് ആണെന്നും കൂടി മനസ്സിലാക്കി ആ ഗെയിനും ലോസും നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗെയിനാണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്നു റിവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിൽ അല്ലേ. ഓക്കെ, ഗെയിൻ ആകുമ്പോൾ പാർട്ട്നേഴ്സിന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് വരിക, പാർട്ട്നേഴ്സ് അക്കൗണ്ട് കൂടും അല്ലേ. ഓക്കെ, അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ അവർക്ക് കൊടുക്കാം. ഇനി അതേസമയം ലോസ് ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് എൻട്രി, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുന്നു. അതോടുകൂടി റിവാലുവേഷൻ അക്കൗണ്ട് നിൽ ബാലൻസ് ആയിട്ട് ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അസറ്റ്സിലും ലയബിലിറ്റീസ് ഉണ്ടാകുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ കോട്ടങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിക്രീസ് അല്ലേ, കുറവും നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് അതുപ്രകാരം നെറ്റ് ഗെയിനാണോ നേട്ടമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ എന്ന് കണ്ടെത്തി അത് പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചോദ്യം ചെയ്താലോ? ഓക്കെ, ശ്രദ്ധിക്കുക. അവിടെ മാണി ആൻഡ് റാണി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. 3:2 എന്ന റേഷ്യോയിൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുകയാണ്. അവിടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കാനായിട്ടല്ലേ. അപ്പോൾ ഈ വാല്യൂയിൽ ബാലൻസ് ഷീറ്റിൽ ഉള്ള വാല്യൂ ആയിരിക്കും ബുക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാല്യൂ. ഓക്കെ, ഫൈൻ. അതാദ്യം മനസ്സിലാക്കുക. പിന്നീട് പറയുന്നു അവിടെ രാജി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. കണ്ടീഷൻ എന്താണ്? രാജി ഷാൽ ബ്രിങ് ക്യാപിറ്റൽ ₹35,000. ക്യാപിറ്റൽ 35,000 കൊണ്ടുവരും. ആൻഡ് 10,000 ഈസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. 10,000 രൂപ ഗുഡ് വില്ലിൻ്റെ ഷെയർ ആയിട്ടും കൊണ്ടുവരും. എത്രയാണ് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നത്? ഇതെല്ലാം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 1/4 ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അപ്പോൾ 35,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് അല്ലേ. അതുകൂടാതെ 10,000 ഗുഡ് വില്ലിൻ്റെ ഷെയറും കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വില്ലിൻ്റെ ഷെയർ പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന് എന്താ ചെയ്യേണ്ടത്? അത് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ശരിയല്ലേ? ഓക്കെ, ഫൈൻ. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുക. 2 കണ്ടീഷനാണ് ഉണ്ടാവുക അല്ലേ. ഒന്ന് ഗുഡ് വില്ലിൻ്റെ അടിസ്ഥാനപരമായി ഗുഡ് വില്ലുമായി മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ അതാണ്.
ഒന്ന് ഗുഡ്വില്ലിൻ്റെ ഷെയർ പാർട്ട്ണർ കൊണ്ടുവന്നാൽ, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നാൽ അത് പഴയ പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഇനി ഗുഡ്വില്ലിൻ്റെ ഷെയർ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ, അപ്പോൾ ഗുഡ്വില്ല് മൊത്തം വാല്യൂയും പഴയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫൈൻ. ആ ജേണൽ എൻട്രികളെല്ലാം ഒന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഫൈൻ. അതിനുശേഷം പിന്നീട് അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിലുണ്ടാകുന്ന ഇൻക്രീസ് ഡിക്രീസ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് നോക്കുക, വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ബി ഇൻക്രീസ്ഡ് ടു ₹31,000. ഇൻവെസ്റ്റിൻ്റെ വാല്യൂ 31,000 വർദ്ധിപ്പിക്കണം. അപ്പോൾ നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ്? 24,000. അത് എത്രയായിട്ട് വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? 31,000 അല്ലേ? അപ്പോൾ എത്ര രൂപ കൂടിയിട്ടുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് 7,000 രൂപ കൂടിയിട്ടുണ്ട്. നേട്ടമല്ലേ? ഓക്കെ. ദെൻ രണ്ടാമത്തെ നോക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ബി റീവാല്യൂഡ് അറ്റ് 2,50,000. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ റീവാല്യൂ ചെയ്തിരിക്കുന്നത് എത്രയായിട്ടാണ്? 2,50,000 റീവാല്യൂ ചെയ്തു. ഇപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വില എത്ര കാണിക്കുന്നത്? 2,00,000 അപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? 50,000 കൂടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് സ്റ്റോക്ക് ടു ബി റിട്ടേൺ ഡൗൺ ബൈ 1,000. ഇവിടെ പറഞ്ഞിട്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ 1,000 എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. സ്റ്റോക്ക് ടു ബി റിട്ടേൺ ഡൗൺ ബൈ 1,000. സ്റ്റോക്കിൻ്റെ വാല്യൂ 1,000 രൂപ കുറക്കണം. അപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ 16,000 ഉണ്ട്, അതിൻ്റെ 1,000 രൂപ കുറച്ചിട്ട് 15,000 ആക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സംബന്ധിച്ചോളം എത്ര കുറഞ്ഞു എന്നാണ് അറിയേണ്ടത് അല്ലേ? എത്രയാണ് കുറക്കേണ്ടത്? 1,000 രൂപ. പിന്നീട് പറയുന്നു ക്രിയേറ്റ് 10% പ്രൊവിഷൻ ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്തിന്? ഡെപ്റ്റേഴ്സിന്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 60,000. അതിന് 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പുതുതായിട്ട് ക്രിയേറ്റ് ആണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ പ്രൊവിഷൻ എന്ന് പറയുന്നതിന് നമുക്ക് തൽക്കാലം ഒരു ലയബിലിറ്റി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ 10% പ്രൊവിഷൻ പുതുതായിട്ട് റെക്കോർഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ലയബിലിറ്റി ആണല്ലേ, നഷ്ടമാണ്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ലാഭത്തെ കുറക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ജേണൽ എൻട്രി പാസ് ചെയ്യണം ആൻഡ് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ജേണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കണം. എന്തൊക്കെ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിൻ്റെ വാല്യൂ 7,000 കൂടിയിട്ടുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000 കൂടിയിട്ടുണ്ട്, ഈ 2 അസറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ദെൻ സ്റ്റോക്കിൻ്റെ വാല്യൂ 1,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ലയബിലിറ്റി 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ? 4 ജേണൽ എൻട്രികൾ നിങ്ങൾ പാസ് ചെയ്യണം. ഫൈൻ. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. എന്താണ്? എല്ലാ ജേണൽ എൻട്രിയും പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. രാജി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ 35,000 രൂപ ക്യാപിറ്റലും 10,000 രൂപ ഗുഡ്വില്ലും കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 35,000 10,000 ഗുഡ്വില്ല് കൊടുക്കുന്നതും പിന്നീട് ഈ 10,000 പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്ന ജേണൽ എൻട്രിയും അല്ലേ? ഓക്കെ. സാക്രിഫൈസിങ് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. ഇവിടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയാത്തതുകൊണ്ട് ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നമ്മൾ അനുമാനിക്കും അല്ലേ? മറന്നിട്ടില്ലല്ലോ അതൊന്നും. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഗുഡ്വില്ല് ക്യാപിറ്റലും കൊണ്ടുവന്ന ജേണൽ എൻട്രി പാസ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ 35,000, അതുപോലെ തന്നെ 10,000, ടോട്ടൽ 45,000. ടു രാജീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 35,000, ടു ഗുഡ്വിൽ അക്കൗണ്ട് 10,000. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ജേണൽ എൻട്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ ചോദ്യം ഒന്ന് നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ചോദ്യവുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ചോദ്യം ബുക്കിൽ കുറിച്ച് വെച്ചു എന്ന് കരുതുകയാണ്. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട് ഈ 10,000 രൂപ പഴയ പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. സാക്രിഫൈസിങ് റേഷ്യോ പുതിയ റേഷ്യോ തരാത്തതുകൊണ്ട് പഴയ റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് നമ്മൾ അനുമാനിച്ചു. അപ്പോൾ നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് 10,000, 3:2 എന്ന് പറയുന്ന റേഷ്യോയിൽ പഴയ പട്ടറായ മാണീസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3/5 എന്ന് പറയുമ്പം 6,000, റാണീസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 4,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായതുകൊണ്ട് അതിൻ്റെ നരേഷനൊന്നും ഞാനവിടെ കാണിച്ചിട്ടില്ല. ഫൈൻ. ഇനി നമ്മൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 2 അസറ്റിൻ്റെ വാല്യൂ വർദ്ധിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 7,000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട് 7,000. ശരിയല്ലേ? ഓക്കെ. പിന്നീട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട് 50,000. വേണമെങ്കിൽ നമുക്ക് ഈ 2 ജേണൽ എൻട്രിയും കൂടി ഒരുമിച്ച് എഴുതാം അല്ലേ? അസറ്റ് ഇൻക്രീസിൻ്റെ ജേണൽ എൻട്രികളെല്ലാം ഒരുമിച്ച് എഴുതാം.
അപ്പോൾ നമ്മൾ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 7000 വർദ്ധിച്ചിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അപ് 50000, രണ്ടും കൂടി ടോട്ടൽ ടു റിവാലുവേഷൻ അക്കൗണ്ട് 57000. നരേഷനായിട്ട് എഴുതുന്നു ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റ്സിൻ്റെ വാല്യൂ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ. ഇനി എന്താ സംഭവിച്ചിട്ടുള്ളത്? സ്റ്റോക്കിൻ്റെ വാല്യൂ 1000 കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു അസറ്റ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എന്താ എൻട്രി? റിവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് കുറയുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് എൻട്രിയാണ് അല്ലേ. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു സ്റ്റോക്ക് അക്കൗണ്ട് 1000. നരേഷനായിട്ട് എന്തായിരുന്നു? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ്. ഇനി പുതിയൊരു ലയബിലിറ്റി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കൂടുകയാണ്. ലയബിലിറ്റി കൂടും എന്ന് പറയുന്നത് ലോസാണ് അല്ലേ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. 10% 60000 ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ. അപ്പോൾ 60000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6000. റിവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് 6000 ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 6000 എഴുതുന്നു. ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതും. ഫൈൻ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ്റെ എല്ലാം എൻട്രി പാസ് ചെയ്തു. ഫൈൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിൻ്റെ ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റോ ഡെബിറ്റോ ചെയ്ത് കൊടുക്കണം അല്ലേ. ഓക്കെ, പിന്നെ ഇതിൽ ആദ്യത്തെ 2 ജേണൽ എൻട്രികൾ അത് റിവാലുവേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടല്ല, അത് ഗുഡ്വില്ലും ക്യാപിറ്റലും കൂടുന്ന എൻട്രികളാണ് അല്ലേ. റിവാലുവേഷനുമായി ബന്ധപ്പെട്ട എൻട്രികൾ ഏതൊക്കെയുള്ളൂ? റിവാലുവേഷൻ അക്കൗണ്ട് വരുന്നത് അസറ്റ് വർദ്ധിച്ചത്, അസറ്റ് കുറഞ്ഞത്, അതുപോലെ തന്നെ ലയബിലിറ്റി വർദ്ധിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് ജേണൽ എൻട്രി പാസ് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ. ഗെയിൻ വരുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലാണ്. ഇവിടെ ഗെയിൻ വന്നിട്ടുള്ളത് 2 അസറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ, 7000 50000. പിന്നെ അസറ്റിൻ്റെ വാല്യൂ കുറയുക എന്ന് പറയുമ്പോൾ ഇത് ലോസാണ്, ലയബിലിറ്റി വർദ്ധിക്കുക എന്ന് പറയുമ്പോഴും ലോസാണ്. അപ്പോൾ ഈ 2 ഐറ്റവും ക്രെഡിറ്റ് സൈഡിലും ഈ 2 ഐറ്റവും ഡെബിറ്റ് സൈഡിലും. അത്രയേ ഉള്ളൂ അല്ലേ. ഓക്കെ, ജേണൽ എൻട്രി പാസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. എക്സാമിന് ജേണൽ എൻട്രി പാസ് ചെയ്യാനല്ല ചോദിക്കുക, റിവാലുവേഷൻ അക്കൗണ്ട് നേരിട്ടുണ്ടാക്കാനാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നിങ്ങളതിൻ്റെ ഓർഡർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫൈൻ. നമുക്ക് നേരെ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡിങ് കൊടുക്കുന്നു. ഇനി അതിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ഗെയിനുകളാണ് അല്ലേ. അസറ്റ് വർദ്ധിച്ചാൽ, ലയബിലിറ്റി കുറഞ്ഞാൽ, അല്ലെങ്കിൽ അൺറിക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് 2 ഐറ്റമാണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് 7000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50000 രൂപ വർദ്ധിച്ചിട്ടുണ്ട്, ശരിയല്ലേ. ഓക്കെ, ഇനി ലോസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ്? അസറ്റ്സിൻ്റെ വാല്യൂ കുറയുമ്പോഴും അതുണ്ടായിട്ടുണ്ടല്ലേ, സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ലയബിലിറ്റി പ്രൊവിഷൻ വർദ്ധിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ അത് എത്രയാണ്? 6000. ഇത്രയും ഐറ്റംസ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഏത് സൈഡാണ് കൂടുതൽ? യെസ്, ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക ഇത് പ്രോഫിറ്റാണ്. ക്രെഡിറ്റ് സൈഡ് കൂടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രോഫിറ്റാണ് അല്ലേ. ഓക്കെ, ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടിയത്? 50000 രൂപ റീവാലുവേഷനിൽ ഗെയിൻ ഉണ്ടായി അല്ലേ. ഇത് ആർക്ക് കൊടുക്കണം? പഴയ പാർട്ട്നേഴ്സിന്. ഏത് റേഷ്യോയിൽ? അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ, അതായത് 3:2. അപ്പോൾ മാണീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 30000 3/5 ആൻഡ് റാണീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2/5. അത് രണ്ടും കൂടിയാണ് ടോട്ടൽ 50000 രൂപ വരും. ക്ലിയർ? ഓക്കെ, ഇനി അതിനുള്ള ജേണൽ എൻട്രി കൂടി നിങ്ങൾ പാസ് ചെയ്യണം അല്ലേ. ഓക്കെ, മറ്റേ സൈഡിലാണ് നിങ്ങൾ പാസ് ചെയ്യേണ്ടത്. അതവിടെ സെല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനുള്ള ജേണൽ എൻട്രി ഇവിടെ താഴെ നമ്മൾ കാണിക്കുകയാണ്. എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു 50000 ടു മാണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റാണീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എൻട്രി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, മാണീസിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 30000 ക്രെഡിറ്റ് ചെയ്യുന്നു, റാണീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 20000 ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലാണ് നിങ്ങൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾ തരികയാണ്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ കരുൺ ആൻഡ് വരുൺ എന്ന് പറയുന്ന പാർട്ട്നേഴ്സ്, അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ്. അവിടെ അസറ്റ്സും ലയബിലിറ്റീസിൻ്റെയും ഡീറ്റെയിൽസ്, റെക്കോർഡ് ചെയ്ത അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് ദേ ഡിസൈഡ് ടു അഡ്മിറ്റ് ആസിഫ് ഇൻ ടു ദ പാർട്ണർഷിപ്പ് ഓൺ ദ ഫോളോയിങ് ടേംസ്. ആസിഫിനെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ്. ടേംസ് പറയുന്നു, ആസിഫ്, ഇവിടെ രാജി എന്ന് തെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ആസിഫായിട്ട് കണക്കാക്കുക. ഓക്കെ, ആസിഫ് ഷാൾ ബ്രിങ് ഓൺ ക്യാപിറ്റൽ ₹50,000
ഫോർ 1/5 ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ആസിഫ് 50,000 രൂപ ക്യാപിറ്റൽ മാത്രമേ കൊണ്ടുവന്നിരുന്നുള്ളൂ. ഗുഡ്വില്ലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം ഗുഡ്വില്ല് കണക്കാക്കിയിട്ടില്ല, ഗുഡ്വില്ലില്ല എന്നാണ്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ ജേണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യേണ്ട ഉണ്ടോ? എന്തുമാത്രം പാസ് ചെയ്താൽ മതി? ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അല്ലേ. എന്താ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ 50,000 എന്ന് മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ. ഗുഡ്വില്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഗുഡ്വില്ലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇവിടെ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ക്യാപിറ്റൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻട്രി ക്യാപിറ്റൽ എൻട്രി മാത്രം എന്താണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു രാജീസ് ക്യാപിറ്റൽ 50,000. ഓക്കെ. പിന്നീട് അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ ഇൻക്രീസും ഡിക്രീസ് പറയുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ടു ബി റീവാല്യൂഡ് 65,000. അപ്പോൾ നോക്കുക, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? 50,000. അത് 65,000 എന്ന് പറയുമ്പോൾ 15,000 കൂടി. പിന്നെ വാല്യൂ ഓഫ് കമ്പ്യൂട്ടർ ടു ബി ഇൻക്രീസ്ഡ് ബൈ 5,000. ഇവിടെ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിൻ്റെ 15,000 ആണ് അല്ലേ. ടു ബി ഇൻക്രീസ്ഡ് ബൈ ₹5,000 എന്ന് പറയുമ്പോൾ 5,000 കൂടി കൂട്ടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടിയത് എത്രയാണ്? 5,000. ഇങ്ങനെ ചിലത് കൂടിയിട്ടുള്ള മൊത്തം വാല്യൂ കാണിക്കും. അപ്പോൾ നിങ്ങൾ എത്രയാണ് കൂടിയെന്ന് കാണണം. ചിലതിൽ എത്ര എമൗണ്ടാണ് കൂടിയത് എന്ന് പറയും, നേരിട്ട് പറയും അല്ലേ. അപ്പോൾ വീണ്ടും കൂടിയത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വാല്യൂ 5,000 ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ 5,000 രൂപ കൂടിയിട്ടുണ്ട് അല്ലേ. പിന്നെ പറഞ്ഞ സ്റ്റോക്ക് ടു ബി റിട്ടേൺ ഡൗൺ ബൈ 4,000. സ്റ്റോക്ക് 4,000 കുറക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് കുറയാണ്. പിന്നീട് പറഞ്ഞ ഫർണിച്ചർ ടു ബി റീവാല്യൂഡ് അറ്റ് ₹32,000. ഫർണിച്ചറിനെ 32,000 രൂപയായിട്ട് റീവാല്യൂ ചെയ്യണം. അപ്പോൾ നോക്കുക, ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 35,000. അത് എത്ര ആക്കണം എന്നാണ് പറഞ്ഞത്? 32,000. അപ്പോൾ അവിടെ 3,000 രൂപ കുറയാണ് അല്ലേ. ശരിയല്ലേ? ഓക്കെ. പിന്നെ ക്രെഡിറ്റേഴ്സ് വേഴ്സ് അൺറെക്കോർഡഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹1,000. 1,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് ഇവിടെ 15,000 കാണിക്കുന്നുണ്ട് അല്ലേ. 1,000 രൂപ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്യണം. ഓക്കെ. ലയബിലിറ്റിയാണ്, ഇൻക്രീസ് ചെയ്യുന്ന മാതിരി അല്ലേ. അപ്പോൾ 1,000 രൂപ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണിക്കുക. ഫൈൻ. അപ്പോൾ ഇവിടെ 2 അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15,000, കമ്പ്യൂട്ടർ 5,000. അതുപോലെ 2 അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണ്. സ്റ്റോക്ക് 4,000, ഫർണിച്ചർ എത്ര? 32,000 അല്ല, 3,000 അല്ലേ. അതുപോലെ തന്നെ പുതിയൊരു ലയബിലിറ്റി ഇൻക്രീസും ചെയ്യുകയാണ്. ഓക്കെ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. അതിൻ്റെ ലാഭവും നഷ്ടവും ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയും പാസ് ചെയ്യുക. ഓക്കെ. I think it's time to say goodbye. Have a nice day. Thank you.